السلام عليكم ورحمة الله تعالى وبركاته. الحمد لله وكفى وسلام على عباده الذين اصطفى. أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. الحمد لله. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും അവന്റെ ഇഷ്ടദാസന്മാരിൽ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സർവ്വ അപരാധങ്ങളും കരുണക്കടലായ പടച്ചുറബ് അവന്റെ കരുണ കൊണ്ട് ഔദാര്യം കൊണ്ട് അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ഇനിയുള്ള കാലം അള്ളാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എപ്പോൾ എവിടെ വെച്ച് മരിച്ചാലും ഈമാനോടുകൂടി ഷഹീദിന്റെ കൂലി കിട്ടുന്ന സ്വർഗം കണ്ട് മരിക്കാനുള്ള ഒരു ഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നാം ഒരു ദിനം ഒരു അറിവ് പഠിക്കുന്നു. ഈ പഠിക്കുന്ന അറിവുകൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, യാ അയ്യുഹന്നാസ് തൂബു ഇലല്ലാഹ് ഫഇന്നി അതൂബു ഇലല്ലാഹി ഫിൽ യൗം 100 മറ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്യുവിൻ. കാരണം ഞാൻ ഓരോ ദിവസവും 100 പ്രാവശ്യം അള്ളാഹുവിന് മുമ്പാകെ തൗബ ചെയ്യുന്നുണ്ടെന്ന് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ദിവസം 100 പ്രാവശ്യം ഞാൻ അള്ളാഹുവിനോട് തൗബ ചെയ്യുന്നു എന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ അനി ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹുമാ യഖൂലു യാ അയ്യുഹന്നാസ് ഇന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖൂലു ലൗ അന്ന ഇബ്ന ആദമ ഉഅതിയ വാദിയൻ മിൽഅൻ മിൻ ദഹബിൻ അഹബ്ബു ഇലൈഹി സാനിയ ولو أعطي ثانيا أحب إليه ثالثا ولا يسد جوف ابن آدم إلا التراب ويتوب الله على من تاب. മഹാനായ ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യൻ സ്വർണം നിറഞ്ഞ ഒരു മലഞ്ചെരിവ് ലഭിച്ചാലും അവന് രണ്ടാമത്തതിനെ ആഗ്രഹിക്കുന്നതാണ്. രണ്ടാമത്തത് ലഭിച്ചാൽ മൂന്നാമത്തത് ആഗ്രഹിക്കുന്നതാണ്. മനുഷ്യന്റെ വയറ് ഖബറിലെ മണ്ണ് മാത്രമേ നിറയ്ക്കൂ എന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് ഖബറിലെ മണ്ണിൽ പോയതിനു ശേഷം മാത്രമേ ധനം അധികരിപ്പിക്കുവാനുള്ള ആഗ്രഹം അവസാനിക്കുകയുള്ളൂ. തൗബ ചെയ്യുന്നവരുടെ തൗബ അള്ളാഹു സ്വീകരിക്കുന്നതാണ്. ദുനിയാവിന്റെ സമ്പത്തിൽ നിന്നും മനസ്സിനെ മാറ്റി അള്ളാഹുവിലേക്ക് മനസ്സിനെ തിരിച്ച വ്യക്തിയെ അള്ളാഹു അനുഗ്രഹിക്കുന്നതാണ്. അള്ളാഹു തആല ഇഹലോകത്ത് അവന്റെ മനസ്സിൽ സമാധാനം നൽകുകയും ധനം പെരുപ്പിക്കുവാനുള്ള മോഹത്തിൽ നിന്ന് അള്ളാഹു അവന് സംരക്ഷണം നൽകുകയും ചെയ്യുമെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ അവസ്ഥ പ്രവാചകൻ പറയുകയാ, ഒരു മലഞ്ചെരിവ് മുഴുവനും സ്വർണം ലഭിച്ചാൽ അവൻ പറയും, എനിക്ക് രണ്ടാമതൊന്നുകൂടെ വേണം. ഇനി രണ്ടാമതൊന്നു കൊടുത്താൽ അവൻ പറയും, മൂന്നാമതും എനിക്ക് വേണം. പ്രവാചകൻ പറയുന്നു, മനുഷ്യന്റെ ഈ ആഗ്രഹം, ഈ സമ്പത്തിനോടുള്ള ഈ ആഗ്രഹം അവനെ ഖബറിൽ കൊണ്ടുവച്ചാലല്ലാതെ മാറില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ജീവിതത്തിൽ ചെയ്തു പോയ പിഴവുകൾ അള്ളാഹുവിന്റെ മുന്നിൽ ഏറ്റുപറഞ്ഞ് തൗബ ചെയ്യുന്ന മനുഷ്യൻ, അവനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ചെയ്തു കൊടുക്കുന്ന ഒരു അനുഗ്രഹം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ദുനിയാവിന്റെ ആഗ്രഹങ്ങളിൽ നിന്ന് അള്ളാഹു അവന്റെ മനസ്സിനെ മാറ്റി അള്ളാഹുവിലേക്ക് അവൻ അടുപ്പിക്കുകയും ഈ പണത്തിനോടുള്ള ആർത്തി അവന്റെ ഹൃദയത്തിൽ നിന്ന് അള്ളാഹു മാറ്റിക്കളയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തൗബയിലൂടെ നമുക്ക് നേടാൻ കഴിയുന്ന ഒരു വലിയ ഭാഗ്യമാണത്. അള്ളാഹു നമുക്ക് നൽകുന്ന ഒരു അനുഗ്രഹമായി. ഈ ആർത്തിയും ഈ അത്യാഗ്രഹവും ഈ മോഹങ്ങളും ആഗ്രഹങ്ങളും എല്ലാം മാറി മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതത്തിന് വേണ്ടി തയ്യാറാകാൻ നമ്മളെ കൊണ്ട് കഴിയും. മഹാനായ സയ്യിദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അന്നഹു സമിഅ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം يقول من قال استغفر الله الذي لا اله الا هو الحي القيوم واتوب اليه غفر له وان كان فرا من زهف. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സയ്യിദ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടു, അസ്തഗ്ഫിറുല്ലാഹ അല്ലദി ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി എന്ന് ഈ ദിക്ർ ഏതെങ്കിലും ഒരു മനുഷ്യന് പറഞ്ഞിട്ട് അവൻ തൗബ ചെയ്താൽ, എന്താണ് ഇതിന്റെ അർത്ഥം? എന്താ? ഞാൻ അള്ളാഹുവിനോട് പാപമോചനം ഇരക്കുന്നു. അവനല്ലാതെ ആരാധനയ്ക്ക് അർഹൻ ആരുമില്ല. അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നവനുമാണ്. അവന്റെ മുമ്പിൽ ഞാൻ തൗബ ചെയ്യുന്നു എന്നാരെങ്കിലും ഈ ദിക്ർ പറഞ്ഞുകൊണ്ട് തൗബ ചെയ്താൽ, അവൻ യുദ്ധക്കളത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടിയവനാണെങ്കിലും ശരി,
എൻ്റെ പ്രിയപ്പെട്ടവരെ, നല്ലതുപോലെ മനസ്സിലാക്കണം. യുദ്ധക്കളത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടിയവനാണെങ്കിലും ശരി, അവന്റെ പാപം പൊറുക്കപ്പെടുന്നതാണ്. മറ്റൊരു ഹദീസിൽ പറയുന്നു, ഇത് 3 പ്രാവശ്യം പറഞ്ഞാലാണെന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഒരൊറ്റ ദിക്ർ ഇതാരെങ്കിലും തൗബ ചെയ്യുമ്പോൾ അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി എന്ന് പറഞ്ഞുകൊണ്ട് തൗബ ചെയ്താൽ അവന്റെ പാപങ്ങൾ മുഴുവനും അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിക്കുകയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ഈ ദിക്ർ നിങ്ങൾ പഠിക്കണം. തൗബ ചെയ്യുമ്പോൾ, പശ്ചാത്തപിക്കുമ്പോൾ ഈ ദിക്ർ നമുക്ക് പറയാൻ കഴിയണം. മറ്റൊരു ഹദീസ് അൻ ജാബിർ ഇബ്നു അബ്ദില്ലാ റളിയല്ലാഹു തആല അൻഹു ഖാല ജാഅ റജുലുൻ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ജാബിർ ഇബ്നു അബ്ദില്ലാ റളിയല്ലാഹു തആല അൻഹു വിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിൽ ഒരു വ്യക്തി വന്നു. എൻ്റെ പാപമേ, എൻ്റെ പാപമേ എന്ന് 2-3 പ്രാവശ്യം പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളി, പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, കുൽ അല്ലാഹുമ്മ മഗ്ഫിറതുക ഔസഉ മിൻ ദുനൂബി വറഹ്മതുക അർജാ മിൻ അമലിൻ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലാഹുമ്മ മഗ്ഫിറതുക ഔസഉ മിൻ ദുനൂബി വറഹ്മതുക അർജാ ഇൻദി മിൻ അമലി. അല്ലാഹുവേ, നിന്റെ പാപമോചനം എൻ്റെ പാപങ്ങളെക്കാളും വിശാലമാകുന്നു, എൻ്റെ അമലുകളെക്കാൾ എനിക്ക് ഏറ്റവും പ്രതീക്ഷ നിന്റെ കരുണയിലാണ്. അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒന്നുകൂടെ പറയാൻ. അദ്ദേഹം പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞു, ഒന്നുകൂടെ പറയാൻ. അദ്ദേഹം അങ്ങനെ 3 പ്രാവശ്യം അത് അപ്രകാരം പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, എഴുന്നേൽക്കുക, അല്ലാഹു നിനക്ക് പുറത്തു തന്നിരിക്കുന്നു എന്ന് നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലിയ ഒരു പാപം ചെയ്തു എന്ന് പറഞ്ഞ മനുഷ്യനോട് പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, അല്ലാഹുമ്മ മഗ്ഫിറതുക ഔസഉ മിൻ ദുനൂബി വറഹ്മതുക അർജാ ഇൻദി. ഇങ്ങനെ ദുആ ചെയ്യാൻ, തൗബയ്ക്കകത്ത് പറയാൻ ഇത് പറഞ്ഞു കൊടുത്തു. ഇത് 3 പ്രാവശ്യം ആ മനുഷ്യനെ കൊണ്ട് പറയിപ്പിച്ചു. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹു നിന്റെ പാപം പുറത്തു തന്നിരിക്കുന്നു, അല്ലാഹു നിനക്ക് പുറത്തു തന്നിരിക്കുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തു എന്ന് മഹാനായ ജാബിർ ബിൻ അബ്ദില്ലാ റളിയല്ലാഹു തആല അൻഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അല്ലാഹുവിനോട് നമുക്ക് തൗബ ചെയ്യാൻ കഴിയണം. മഹാനായ സൽമാൻ റളിയല്ലാഹു തആല അൻഹു വിവരിക്കുന്നു, ഒരാൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, അധികമല്ലാത്ത എന്തെങ്കിലും ഒരു വാചകം എനിക്ക് പഠിപ്പിച്ചു തരിക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലാഹു അക്ബർ എന്ന് 10 പ്രാവശ്യം പറയുക. അപ്പോൾ അല്ലാഹു പറയും, ഇത് എനിക്കുള്ളതാണ്. ശേഷം സുബ്ഹാനല്ലാഹ് എന്ന് 10 പ്രാവശ്യം പറയുക. അപ്പോൾ അല്ലാഹു പറയും, ഇത് എനിക്കുള്ളതാണ്. എന്നിട്ട് അല്ലാഹുമ്മ ഗുഫിർലി, അല്ലാഹുവേ നീ എനിക്ക് പുറത്തു തരണമേ എന്ന് പറയുക. അപ്പോൾ അല്ലാഹു പറയും, ഞാൻ നിനക്ക് പുറത്തു തന്നിരിക്കുന്നു. നീ ഇതിനെ 10 പ്രാവശ്യം പറഞ്ഞാൽ ഞാൻ പുറത്തു തന്നു എന്ന് അല്ലാഹു 10 പ്രാവശ്യം പറയുമെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു അക്ബർ 10 പ്രാവശ്യം, സുബ്ഹാനല്ലാഹ് 10 പ്രാവശ്യം അല്ലാഹുവിനെ പുകഴ്ത്തിയിട്ട് അല്ലാഹുമ്മ ഗുഫിർലി, റബ്ബേ നീ എനിക്ക് പുറത്തു തരണേ, പടച്ചവനെ എൻ്റെ പാപങ്ങൾ പുറത്തു തരണേ എന്ന് അല്ലാഹുവിനോട് നീ ഒരുപാട് പ്രാവശ്യം പറ. അല്ലാഹു നിനക്ക് പുറത്തു തരുന്നതാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, ജീവിതത്തിൽ ഒരുപാട് തെറ്റുകളും പിഴവുകളും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയി. ഇന്നലെ കണ്ടവനെ ഇന്ന് കാണാത്ത ദുനിയാവ്, മരണങ്ങൾ പെട്ടെന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, മാരക രോഗങ്ങൾ പടർന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് നമുക്ക് തൗബ ചെയ്യാം. അല്ലാഹു നമ്മളുടെ തൗബകൾ സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരുമാറാകട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ ഹലാലായ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. നിങ്ങളുടെ വിലപ്പെട്ട ദുആയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും മറക്കാതെ നിങ്ങളൊക്കെ ദുആ ചെയ്യണേ എന്ന വസിയത്തോടെ വആഖിറു ദുആന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.